ഓണത്തിന് ഭാഗ്യലക്ഷ്മി കടാക്ഷിക്കുന്ന നക്ഷത്രങ്ങൾ. ഈ ഓണക്കാലത്ത് ചിങ്ങമാസത്തിൽ ചില നാളുകാർക്ക് ഭാഗ്യലക്ഷ്മി കടാക്ഷവും അപ്രതീക്ഷിത ധനയോഗവും ലഭിക്കുന്നതിന് പ്രധാനമായും ജ്യോതിഷപരമായ ചില ഗ്രഹസ്ഥിതികളും രാശിമാറ്റങ്ങളുമാണ് കാരണം. ചിങ്ങരവി സംക്രമം. സ്വക്ഷേത്രബലം. ചിങ്ങമാസത്തിൽ സൂര്യൻ തൻ്റെ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുന്നു. ജ്യോതിഷത്തിൽ സൂര്യൻ ആത്മാവിനെയും പ്രതാപത്തെയും ഐശ്വര്യത്തെയും പ്രതിനിധീകരിക്കുന്നു. സൂര്യൻ്റെ ഈ സ്വക്ഷേത്രസ്ഥിതി ചിങ്ങക്കൂറുകാർക്കും മകം, പൂരം, ഉത്രം മറ്റ് അനുകൂല രാശിക്കാർക്കും സർവകാര്യ വിജയവും ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും നൽകുന്നു. വ്യാഴത്തിൻ്റെ അനുകൂല ദൃഷ്ടി. ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും കാരകനായ വ്യാഴം ശുഭസ്ഥാനങ്ങളിൽ നിൽക്കുന്നതും മറ്റു പ്രധാന രാശികളിലേക്ക് അമൃത് ദൃഷ്ടി അയക്കുന്നതും സാമ്പത്തിക തടസ്സങ്ങൾ മാറ്റുന്നു. പ്രത്യേകിച്ച് ഇടവം, തുലാം, മകരം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഈ സ്ഥിതി മൂലം അപ്രതീക്ഷിത ധനാഗമം, പുതിയ വരുമാന മാർഗങ്ങൾ, ലോട്ടറി, ഭാഗ്യയോഗങ്ങൾ എന്നിവ ഉണ്ടാകാൻ കാരണമാകുന്നു. ശുക്രൻ്റെയും ബുധൻ്റെയും സാന്നിധ്യം. സൗന്ദര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും കാരകനായ ശുക്രനും ബുദ്ധിയുടെയും വ്യാപാരവൃദ്ധിയുടെയും കാരകനായ ബുധനും ഈ സമയത്ത് ഉണ്ടാക്കുന്ന യോഗങ്ങൾ, ഉദാഹരണത്തിന് ബുധാദിത്യ യോഗം, ലക്ഷ്മി യോഗം, വ്യാപാരത്തിലും തൊഴിലിലും വലിയ ലാഭമുണ്ടാക്കാൻ സഹായിക്കുന്നു. ഗ്രഹങ്ങളുടെ കേന്ദ്ര ത്രികോണ യോഗങ്ങൾ. ചിങ്ങമാസത്തിൽ ചില രാശികളിൽ കേന്ദ്ര ത്രികോണ ഗ്രഹങ്ങൾ ഒത്തുചേരുന്നത് വഴിയാണ് ധനയോഗം രൂപപ്പെടുന്നത്. ഇത് ദീർഘകാലമായി മുടങ്ങിക്കിടന്ന കുടിശ്ശികകൾ തിരികെ ലഭിക്കാനും പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ലാഭം ലഭിക്കാനും വഴിയൊരുക്കുന്നു. ചുരുക്കത്തിൽ ഗ്രഹങ്ങളുടെ ഈ അപൂർവ സംക്രമണവും വ്യാഴശുക്ര പ്രഭാവവുമാണ് ഈ പ്രത്യേക നക്ഷത്രക്കാരിലേക്ക് ഭാഗ്യവും സാമ്പത്തിക അഭിവൃദ്ധിയും എത്തിക്കുന്നത്. ഈ ചിങ്ങമാസത്തിലും ഓണക്കാലത്തും അത്യപൂർവ ധനയോഗവും ഭാഗ്യലക്ഷ്മി കടാക്ഷവും ലഭിക്കുന്ന പ്രധാന നക്ഷത്രക്കാർ താഴെ പറയുന്നവരാണ്. മകം, പൂരം, ഉത്രം. ചിങ്ങക്കൂറ്. സ്വന്തം രാശിയിൽ ചിങ്ങമാസം പിറക്കുന്നതിനാലും വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയും കാരണം സാമ്പത്തിക നേട്ടങ്ങൾ, ലോട്ടറി, ലക്ഷ്മി യോഗങ്ങൾ, പുതിയ സംരംഭങ്ങളിൽ വിജയം എന്നിവ ഉണ്ടാകും. കാർത്തിക, രോഹിണി, മകയിരം. ഇടവക്കൂറ്. ധനസ്ഥാനത്ത് വരുന്ന അനുകൂല മാറ്റങ്ങൾ കാരണം സാമ്പത്തിക പരാധീനതകൾ മാറും. അപ്രതീക്ഷിതമായി പണം വന്നു ചേരാനും ആഭരണ വസ്ത്ര ഭാഗ്യങ്ങൾക്കും യോഗമുണ്ട്. ചിത്തിര, ചോതി, വിശാഖം. തുലാക്കൂറ്. വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയും സൗഭാഗ്യസ്ഥാനവും കാരണം വ്യാപാരത്തിലും തൊഴിലിലും വൻ അഭിവൃദ്ധി ഉണ്ടാകും. പഴയ കടങ്ങൾ വീട്ടപ്പെടുകയും ധനാഗമം വർദ്ധിക്കുകയും ചെയ്യും. അശ്വതി, ഭരണി. സർവകാര്യ വിജയവും പുതിയ കുടുംബ സൗഭാഗ്യങ്ങളും കൈവരുന്ന സമയമാണ്. നിക്ഷേപങ്ങളിൽ നിന്നോ മുൻകാല അധ്വാനങ്ങളിൽ നിന്നോ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. തിരുവോണം, അവിട്ടം. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തിയാവുകയും തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിത ധനലാഭവും വളർച്ചയും വന്നെത്തുകയും ചെയ്യും. ഈ നാളുകാർക്ക് പൊതുവെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഈശ്വരാധീനവും ഈ ഓണക്കാലത്ത് കൂടുതലായിരിക്കും.